ഞങ്ങൾക്ക് കെമിസ്ട്രി എടുക്കുന്ന ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് വിരൽ കാണിച്ചിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടുമെന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുമെന്ന് കാലക്കേടിന് എന്നോട് എന്നെ ചോദിച്ചത്. എൻ്റെ വയറ്റിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റുന്നൊരു പോച്ചലുണ്ടാവില്ലേ. എന്നിട്ടും ഞാനൊരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ഗെറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കണം, പിന്നെ ഞാൻ ഉത്തരം പറഞ്ഞു എന്നും കൂടി വിചാരിച്ചാൽ. അപ്പോ അതുപോലത്തെ മറുപടി വേണ്ടാത്തത് കൊണ്ടാണ് ഞാനത് മുൻകൂർ ജാമ്യം എടുത്തത്. നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിച്ചല്ലോ. ഇനി ഞാനൊരു കണക്ക് പറയാം. ഈ കണക്കിന് അവസാനം ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം ആരും പറയരുത്, പരസ്പരം ചർച്ച ചെയ്യരുത്. ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മതി കേട്ടോ. ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മതി, മനസ്സിലായല്ലോ. ഈ ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ അവരോട് ചോദിക്കും കേട്ടോ. അപ്പൊ കണക്കിനാണ് ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോ അതിൽ 4 ആൾ കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 10 ആൾ കയറി. പിന്നെ 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം, ഒന്നുകൂടി പറയണോ കണക്ക്? 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആൾ കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെ 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനി ചോദ്യം ഇതാണ്, ആരും പറയരുത്. ഉത്തരം അറിയുന്നവര് എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ, കൈകൊണ്ട. ഉത്തരം അറിയുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സത്തെ. ഉത്തരം അറിയുന്നവർ കൈ എഴുന്നേറ്റ് നിൽക്കുക. 1, 2, 3, 4, 5. യെസ്, സമയം കഴിഞ്ഞു. വണ്ടി ഓടിക്കുന്ന വിചാരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആര് ഡ്രൈവറെ? നിങ്ങളല്ലേ ഡ്രൈവറെ. അപ്പോ ഡ്രൈവറുടെ വയസ്സ് നിങ്ങളുടെ സ്വന്തം വയസ്സല്ലേ? ഓക്കെ, ഇരുന്നോ. ഇനി നമുക്ക് ഇതിൽ മുന്നോട്ട് പോവാം. ഇവിടെ ഒരു 5% കുട്ടികൾക്ക് ഉത്തരം കിട്ടിയുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്? അതിന് 2 കാരണങ്ങളുണ്ട്. എനിക്ക് എന്ത് തിന്നണം എന്ത് തിന്നണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ഓളെന്ന വാങ്ങിക്കുന്നത് ഓക്കെ, എനിക്ക് വേണം ഓക്കെ. ഓനെന്ന വാങ്ങുന്നത് ലേസ്, എനിക്ക് വേണം ലേസ്. ഓനെന്ന വാങ്ങുന്നത് ബിങ്കോ, എനിക്ക് വേണം ബിങ്കോ. അല്ലാതെ എനിക്കെന്ത് വേണം എനിക്കെന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ജീവിതം ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയറിൽ പോണോ എന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോ ആളെ കണ്ടെത്തിയോ? നിങ്ങൾ അനുസരിക്കേണ്ട ആള് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ലോകത്ത് ഒരു മൃഗങ്ങൾക്കും ഇല്ലാത്ത ഒരു മനസ്സെന്ന ഇച്ഛാശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഞാനിവിടെ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കണ്ട, ആര് പറഞ്ഞാലും അനുസരിക്കണ്ട. പക്ഷെ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കണം. അതാരാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാൾ പറയാ, എടാ ഇയാൾ പറയുന്നത് ശരിയല്ലേ, അതുകൊണ്ട് അത് കേൾക്കണം എന്ന് അയാൾ പറഞ്ഞെങ്കിൽ അനുസരിച്ചേ തീരൂ. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യന് മാത്രമുള്ള ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്. അയാൾ ഉറങ്ങിപ്പോകുന്നതാണ് നമ്മുടെ യുവതലമുറ നേരിടുന്ന പ്രശ്നം. പക്ഷിമൃഗാദികൾക്കൊന്നും ഉള്ളിൽ ഒരാളില്ല. നായ്ക്കറിയോ നായിന്റെ പേര് നായിയാണെന്ന്? താൻ ആനയാണെന്ന് അറിയുന്ന ആനയുണ്ടോ ലോകത്ത്? ഇല്ല. പക്ഷിമൃഗാദികളുടെ എല്ലാം പേരിട്ട് നമ്മളാ അല്ലേ? അവർക്കൊന്നും അവരുടെ പേരറിയില്ല, അവരെന്താന്നറിയില്ല, അവരെവിടുന്നാ വന്നറിയില്ല, എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല, എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയില്ല, എവിടേക്കോ പോണു ഞാൻ എന്നും അറിയില്ല. ആ അതിനുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിളക്കുമരമുണ്ട്. വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ആ വിളക്കുമരത്തെ വളർത്തുമ്പോഴാണ് നിങ്ങൾ വളരുന്നത്. നിങ്ങൾ വളരുന്നത് നിങ്ങളുടെ തടി വളരുമ്പോഴല്ല, നിങ്ങളുടെ തൂക്കം വളരുമ്പോഴല്ല, നിങ്ങളുടെ ഡ്രസ് വളരുമ്പോഴല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രകാശത്തെയാണ് എല്ലാ മതങ്ങളും പ്രാർത്ഥിച്ചത്. സത്യത്തിന്റെ നന്മയുടെ പ്രകാശം, ആ പ്രകാശം ഇങ്ങോട്ട് വരണമേ. ഭാരതത്തില് ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനയെ കുറിച്ചിട്ട് പണ്ട് വയലാർ എഴുതിയൊരു സിനിമാ പാട്ടുണ്ട്. നിങ്ങൾ അപ്പൂപ്പന്മാർക്കൊക്കെ ആ പാട്ടറിയാം. ആ പ്രാർത്ഥനയെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ട് പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥന, വേദങ്ങളുടെ മൂലമന്ത്രം. എന്താ ഇത് അർത്ഥം അറിയാമോ? ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന, മനസ്സിനെ ഉണർത്തുന്ന പ്രകാശമേ വന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ വളർത്താനാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പ്ലസ് ആക്കണം ആ പ്രകാശത്തെ. നിങ്ങൾ പ്ലസ് ആക്കുന്നത് ഇവിടെ പ്ലസ് 1 അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും തൂക്കം നോക്കിയോ? ഞാൻ പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ അനുസരിക്കാനോ